ഞങ്ങൾ കണ്ട ഡൽഹി ഇങ്ങനെയാണ്. ഓ ഇത് വന്നാണല്ലോ. എനിക്കറിയാൻ പാടില്ല എന്റെ പൊന്നു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഓരോ യാത്രയിലും ഓരോ സുഹൃത്തുക്കളെ കിട്ടുന്ന പറയുന്ന പോലെ ഞങ്ങൾക്ക് ഈ യാത്രയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് ഇനിയിപ്പോ നമുക്ക് ഇവരുമായിട്ട് നമ്മള് പിരിഞ്ഞു പോകാന്നില്ല കേട്ടോ. അതെ, അതേപോലെ അവർക്ക് കോട്ടയത്ത് ചങ്ങനാശ്ശേരി എന്താ ആവശ്യം ഉണ്ടായാലും നമ്മളും അവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സുഹൃത്ത് ചേട്ടനും ചേച്ചിന്ന് തന്നെ പറയാം. അപ്പൊ ഈ ഒരു 2 ദിവസം യാത്രയിൽ ഞങ്ങളുടെ ഇവിടെ നമ്മളൊരു കൂടപ്പിറപ്പുകളെ പോലെ നല്ല ഭംഗിയായിട്ട് എൻജോയ് ചെയ്ത് തന്നെ ഈ ഒരു യാത്ര പോയി കേട്ടോ. അപ്പം നല്ല മെമ്മറീസ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മള് ഡൽഹിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് ഹിന്ദി അറിയത്തില്ല, ചേട്ടൻ ഭയങ്കര ഹിന്ദിക്കാരനായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാ കാര്യത്തിനും. ഇപ്പൊ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാണെങ്കിൽ എന്തിനാണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം നമ്മളും ഹിന്ദിക്കാരായാലും വരുമെന്നുള്ള പേടിയിലായിരുന്നു ഇരുന്നത്. അപ്പൊ ഭാഗ്യകൊണ്ട് നമുക്ക് 2 മലയാളികളെ തന്നെ കിട്ടി. കോഴിക്കോടാണ് ചേട്ടയുടെ വീടും ചേച്ചിയുടെ വീട് കേട്ടോ. ഇവര് കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായിട്ടുള്ളൂ. പ്രണയ ജോഡികളാണ് കേട്ടോ. അപ്പൊ ചേച്ചി ഉടനെ പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി മുന്നോട്ട് കാണണം ഒരുപാട് കാലം നമുക്ക്, അല്ലേ? എപ്പോഴും നമ്മൾ വാട്സപ്പിലൂടെ ഫോണിലൂടെ ഒക്കെ കോൺടാക്ട് ചെയ്യും ഉറപ്പായിട്ടും. അപ്പം ചേട്ടാ നമ്മളടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യം വന്നാൽ അന്നേരം വിളിച്ചാൽ മതി, തിരിച്ചു വരുമ്പോ ആണെങ്കിലും. അതൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതെ അതെ, ഒരുപാട്. അപ്പം ഇവര് ഇടയ്ക്ക് ആലപ്പുഴയ്ക്ക് വരുന്നുണ്ട്. ആ സമയമായിരിക്കും ഇനിയിപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. അന്നേരം ഞങ്ങൾ അടിച്ചു പൊളിക്കും കേട്ടോ. അപ്പൊ ഇപ്പം ഫരീദാബാദ് എത്തിയല്ലേ? ഫരീദാബാദ് കഴിഞ്ഞു, എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് പിരിയുന്ന ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ ഉറങ്ങിയിട്ടേ, ഇന്നലെ പകൽ പോയ ഒരു മിനിറ്റ് പോലും നമ്മൾ അറിഞ്ഞില്ല. ട്രെയിനിലാണെന്ന് പോലും അറിഞ്ഞില്ല. ഇവളെന്തൊക്കെയോ തള്ളി തള്ളി മറിച്ച് ഇവര് ഞാനും ചേച്ചിയാണ് കുറച്ചുകൂടെ സൈലന്റ് ആയിരുന്നു. ഇവര് ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് രസമായി. നമ്മൾക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളും വന്നില്ല. ട്രെയിനും നല്ല ക്ലീനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്തായാലും അടിപൊളി ഒരു യാത്രയായിരുന്നു. ഇനി തിരിച്ചെങ്ങനെ പോകുന്ന അറിയില്ല. തിരിച്ചാരും എങ്ങനെ എന്താ തരത്തില്ല. തിരിച്ചൊന്നോട് പോരുന്നു. അപ്പം എല്ലാവർക്കും ഒരു ടാറ്റ പറഞ്ഞേക്കെ. നീ കാണാന്ന് പറ. ആലപ്പുഴ വരുമ്പോ കാണാം കേട്ടോ. അപ്പം എല്ലാവരും ഇവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമ്മുടെ പോലെയൊക്കെ അടിപൊളി ലൈഫായിട്ട് കുറെ അടിപൊളി ലൈഫായിട്ട് ഇങ്ങനെ അതെ അതെ ഓരോ കാര്യങ്ങൾ ഇവര് സ്റ്റാർട്ട് ചെയ്തു വരുന്നത്. അപ്പൊ എല്ലാവരും പ്രാർത്ഥന ഇവരോടെയും വേണം കേട്ടോ. ചേച്ചിയും നിഖിലി ചേട്ടനും ഈ പേര് ഓർത്തിരുന്നു കേട്ടോ. ചേട്ടനെ വേണ്ടി വിളിക്കുന്നോ? എന്റെ അപ്പു കുഞ്ചു ആണോ? ഇനി അങ്ങനെ വിളിച്ചാൽ മതി. അപ്പം നമുക്ക് നേരെ വീഡിയോ കിട്ടും കേട്ടോ. ഇനിയിപ്പോ ഡൽഹിയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ കേട്ടോ. ഡൽഹി അതെ ഒന്നും അറിയത്തില്ല. ഭയങ്കര കോമഡിയായിരിക്കും. ഏട്ടമ്പടി ചുമന്ന് കയറുന്നുണ്ട് കേട്ടോ. നിസാമുദ്ദീൻ വന്ന് ഇറങ്ങിയിട്ട്. അയ്യോ മറ്റേ അവരെ എന്നെ വിളിക്കുന്ന ഈ ചുമക്കാൻ കൂലി മറ്റേ അവരെ വിളിച്ചില്ല കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കൂലി ഇടും. പോട്ടെ ഇനി തള്ളാട്ടോ. നിസാമുദ്ദീനെ കാലുകുത്തി. അവര് പോയിട്ടോ. അവർക്ക് മെട്രോ വഴിയാ പോകണ്ടേ. അപ്പൊ അവര് ഇപ്പഴത്തെ വഴി പോയി യാത്ര പറഞ്ഞ അവർക്ക് സങ്കടമായി. ഒരു എന്തോ ഭയങ്കര വിഷമവും ഒരു ടെൻഷനും പേടിയൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ. ഒരു വിഷമമുണ്ട്. അവര് അതിലേക്കൂടെ മെട്രോ അവർക്ക്. അപ്പൊ വിഷമം അത് നമുക്ക് പെട്ടെന്ന് കിട്ടിയ ചേട്ടൻ ചേച്ചി ഭയങ്കര ഒരു അടുപ്പം പെട്ടെന്ന് തോന്നി കേട്ടോ. അയ്യാ ഇവിടെ മുഴുവൻ ഹിന്ദിക്കാരാണല്ലോ. ഇതിപ്പം നിസാമുദ്ദീനിലാണ് കാഴ്ചയാണ്. നമ്മള് എയർപോർട്ടിലല്ലേ ഇങ്ങനെ കണ്ടുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരത്തുണ്ടല്ലോ. ഇത് കടുവയോ? ഒരു ജാഗോറും അത് വെയിറ്റ് അനുസരിച്ചാണോ? സോനേറ്റ്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര റഷായിട്ടുള്ള റോഡ്. നാട്ടിൽ നിന്ന് വെള്ളപ്പൊക്കം കെട്ടിക്കിടക്കുന്ന
മത്തങ്ങ. ഇതല്ല എന്റെ ഡൽഹി. ഞാൻ ഉദ്ദേശിച്ച ഡൽഹി ഇങ്ങനെയല്ലേ. അങ്ങനെ ഡൽഹിയിലെ വെള്ളപ്പൊക്കമൊക്കെ കണ്ടു വന്നപ്പോഴാണ് കേട്ടോ ബാഹുബലി 2-നകത്ത് കാളയുടെ കൊമ്പിൽ ഇങ്ങനെ തീ കത്തിച്ചിട്ട് ഓടുന്നില്ലേ, ആ കാളകളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ ഫുഡിങ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ പുറകിൽ കാണുന്ന ദാബേന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഞാൻ കഴിച്ചത് വെജ് നൂഡിൽസ് ആണ് കേട്ടോ. നല്ല പുളിയും നല്ല എരിവുണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വിശപ്പ് കാരണം അങ്ങ് കഴിച്ചു പോയി കേട്ടോ. കുഞ്ചൂസ് ഫ്രഞ്ച് നൂഡിൽസ് ആണ് കഴിച്ചത്, ഫ്രഞ്ച് ഫ്രൈസ് ആണ് കഴിച്ചത്. ഫ്രഞ്ച് ഫ്രൈസ് ആണ് കഴിച്ചത്, കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. അതെ അതെ. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ ധാബയുടെ മുന്നിലാണ്. ഇവിടെ കൂടുതലും വെജാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. നോൺ വെജ് അത്ര സുമാരല്ല, വല്ല സൗത്തിലെ പോലെ ഇല്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബയ്യ നമ്മൾ നേരെ ഇനി വണ്ടിയിലോട്ട് പോവാണ്. ഇവിടുന്ന് ഇനി ഏകദേശം 150 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പോകാല്ലേ? യെസ്, ഓക്കെ. നമ്മുടെ കൂടെ മൂന്ന് അനിയന്മാരൂടെ ഉണ്ട്. അവരും എക്സാം എഴുതാൻ വേണ്ടി തന്നെ വന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അതെ അതെ നല്ല രസമുണ്ട് കേട്ടോ. ചൂട് വലുതായിട്ടൊന്നും ഫീൽ ചെയ്യും. നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ ചൂടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. പക്ഷെ വന്നിറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. യെസ്, അത് നമ്മുടെ ഡ്രൈവർ ബൈയാണ് കേട്ടോ. നമ്മളൊരു എർട്ടിക്കയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. എന്താണ് ഇവിടെ തകരാറ്? 7 മണിയായി കേട്ടോ. രാത്രി പിടിച്ച നല്ലോണം കിട്ടിയിരുന്നു. डार्कर क्या डार्कर था ചോദിച്ചേ.
വീണ്ടും വീണ്ടും ഇഷ്ടപ്പെട്ടു. ഇവനോ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ സേഫ് ആയിട്ട് എത്തി കേട്ടോ. നമ്മൾ ഡൽഹിയിലല്ല, ഹരിയാനയിലാണ്. പ്രോപ്പർ ഹരിയാനയിലാണ് ഇപ്പോൾ ഉള്ളത്. ഹരിയാന ഹിസാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഉള്ളത്. PAM.in അല്ലേ, പാമിൻ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ ഉള്ളത് കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മള് ഫുഡിന്റെ കാര്യം നമുക്ക് ടെൻഷനായിരുന്നു. പക്ഷെ എല്ലാ ഫുഡും ഇവിടെ കിട്ടും കേട്ടോ. അപ്പം കുഞ്ചൂസിന് നാക്കും വായും ഒക്കെ പൊട്ടിയിരിക്കുവാണ്. പറ്റുന്ന പക്ഷെ കുഴപ്പമില്ല, വയറ് നിറയായിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിച്ച ഡാബയ്ക്കകത്ത് ഈ നൂഡിൽസിനകത്ത് ഈച്ച ഉണ്ടായിരുന്നു. അത് അവന്മാര് പറഞ്ഞില്ല, കഴിച്ച് നീ ഇറങ്ങി പോന്ന് കഴിഞ്ഞപ്പോഴറിഞ്ഞത്. എന്റെ വയറ് നിറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, ഈച്ച കിടന്ന് നമ്മൾ എടുത്ത് കളയും, അതേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല വൃത്തിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളിപ്പോ റൂമിൽ വന്നു. നല്ല റൂമാണ്. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് ഇനി എക്സാം എഴുതാനായിട്ട് വരുന്ന ദിവസങ്ങളെല്ലാം എനിക്ക് പോകേണ്ടത്. അപ്പം എല്ലാവരും ഇവിടെ ഉണ്ട്, സ്റ്റുഡൻസ് എല്ലാവരും ഇവിടെ ഒക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കുന്നു. ഇനി എനിക്കിത് പഠിക്കണം. അപ്പം ഞങ്ങള് കുഞ്ചൂസിനൊരു എന്നാ ഇതിന് പറഞ്ഞ വാഫിൽസ് ഓർഡർ ചെയ്തു കേട്ടോ. അത് കുഞ്ചൂസിന് വന്നു. ഞാൻ പുറത്ത് പോയി മേടിച്ചിട്ട് വന്നതാണ്. അപ്പം ഹിന്ദിയിലാണ് എന്നോട് എനിക്ക് മനസ്സിലായി കേട്ടോ. നമുക്ക് എവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. പുറത്ത് പോയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ സർവൈവ് ചെയ്യും കേട്ടോ. പറ്റത്തില്ല. അപ്പൊ ഞാൻ പുറത്ത് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ലൊക്കേഷൻ ഇത്തിരി മാറി കിടന്നു. അപ്പൊ ആ ബായി അങ്ങനെ കിടന്ന് റൗണ്ട് അടിച്ചു. പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു, ബായി പാം ഹോട്ടൽസെ പാസ് പീച്ചേസെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്താണേലും പറഞ്ഞു. പുള്ളിക്ക് എന്നാണെങ്കിൽ മനസ്സിലായി, ഞാൻ പറഞ്ഞത് മനസ്സിലായി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, പറഞ്ഞ ഒരാൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണല്ലോ. പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല എന്ന് പറഞ്ഞു. നമുക്ക് അറിയാത്ത ഇംഗ്ലീഷിൽ നമ്മൾ കുറച്ചൊക്കെ സംസാരിച്ചു. എന്തായാലും സാധനം കിട്ടി, മേടിച്ചിട്ട് വേണ്ടിട്ട് കുഞ്ചൂസ് കഴിച്ചു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്ത് വേറെയാണ് കേട്ടോ. ഇപ്പൊ നാളെ തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ മെയിൻ ആയിട്ട് ഒരു മെനു ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആയിരിക്കും നാളെ തൊട്ട്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡ് പുറത്തുനിന്ന് കഴിക്കണം. അപ്പം കുഞ്ചൂസിന്റെ ചുണ്ടൊക്കെ പൊട്ടിയിരിക്കും. അപ്പൊ എരിവുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഇത് തന്നെ എന്നാണെങ്കിലും കറക്റ്റ് സാധനം ഇവിടെ നിന്ന് കിട്ടി കേട്ടോ. സെയിം സാധനം, ബെൽജിയം വാഫ്ലെറ്റ്സ് അല്ലേ, ആ സാധനം കിട്ടി. അവളത് കഴിക്കട്ടെ. അപ്പോഴത്തേക്ക് എന്റെ സാധനം വരും. ഞാൻ എന്തോ തന്തൂരി ഇത് സാധനമാണ് ഓർഡർ ചെയ്ത്. വന്നിട്ട് കാണാം കേട്ടോ. നാനാണ്, ബട്ടർ നാനാണ് ഞാൻ ഓർഡർ ചെയ്ത്. വന്ന് വരുമ്പം കാണാം. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. വരുമ്പം കാണിച്ച് നിങ്ങളെ കൊതിപ്പിച്ച് തിന്നാം കേട്ടോ. അപ്പൊ കുഞ്ഞൂസാ കഴിച്ചോട്ടെ. എന്തോ ഇല്ലോയില് വശമില്ലാതെ ഇടുന്ന എന്റെ പെടലിക്ക് ഇവിടെ വിളിച്ച് ഞെക്കിയതാ കേട്ടോ. ഇനി അങ്ങനെ കൂടെ എന്താ കഴിക്കണേ? ഇത് എന്താണെന്ന് ഞാൻ ടിക്കയാണോ ഓർഡർ ചെയ്തത്, തന്തൂരിയാണോ ഓർഡർ ചെയ്തത്? ടിക്ക. ഇതരോ എന്തോ മല്ലിയില കണ്ടപ്പോഴേ അല്ലേ പുള്ളിയോടെ ഓർഡർ ചെയ്യാൻ നന്നായി. ഇത് ബട്ടർ നാൻ. ഇത് വന്നാണല്ലോ. പറഞ്ഞേ എനിക്കറിയാൻ പാടില്ല. എന്റെ പൊന്നു ഞാൻ കേട്ടോ. നോക്കട്ടെ, കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉള്ള സാധനം വെച്ചിട്ട് പൊറോട്ട അത്ര ബട്ടർ നാൻ ടേസ്റ്റ് കേട്ടോ. ഇത് ചാറൊക്കെ ഉണ്ട്, ഞാൻ എടുക്കുന്നില്ല. ആ നമുക്ക് പിടിക്കത്തില്ല. സലാഡ് ഉണ്ട്, വേണ്ട. കഴിക്കാം. എല്ലാരും ഇതുപോലെ ഓർഡർ ചെയ്തിട്ടുണ്ടോ അപ്പുറത്ത്? ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തോടോ. ചിക്കൻ എങ്ങനെയാണല്ലേ? ഹരിയാനയിലെ ഫുഡ് എങ്ങനെയാണെന്ന് പറയാം. ഈ സാധനം അടിപൊളിയാണ്. പൊറോട്ടയിൽ നമ്മുടെ ഒരു പൊറോട്ടയുടെ ടേസ്റ്റ് അല്ലേ? കുറച്ച് ഇത് തന്തൂരി ചിക്കൻ ആട്ടോ. തന്തൂരിയാണോ ഓർഡർ ചെയ്തത്? ടിക്കയല്ല, തന്തൂരി. കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ഈ സാധനം ബട്ടർ നാനും എടുത്തിട്ടുണ്ട്. കൊളസ്ട്രോള് ആരാണ്ട് വിളിച്ചു പറയുന്നോണ്ട് കേൾക്കുന്നു. ആരും എന്താ വിളിച്ചു പറയുന്നോണ്ട് കേൾക്കുന്നു. അമ്മലെ കൊളസ്ട്രോള് കൺട്രോൾ. എനിക്ക് വേണ്ട, വാ നല്ല പൊട്ടിയിരിക്കും, നല്ല വേദന എടുക്കും.
ഞാൻ ഓർക്കുമായിരുന്നു ഇങ്ങനെ ഫുഡിന് എന്തോ ചെയ്യും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇത്രയും ദിവസം. ടെൻഷൻ. പക്ഷെ എവിടെ ചെന്നാലും നമ്മള് അതുമായിട്ട് പൊരുത്തപ്പെടണം. അതെ, ടേസ്റ്റ് കുറവാണെങ്കിൽ അല്ലേ? ആയി വരും നമ്മൾ കഴിച്ച്. കാരണം ഒരു ദിവസമൊക്കെ നമ്മൾ എന്ത് ചെയ്താലും കഴിക്കാതിരിക്കും. അപ്പൊ ഞാൻ മാത്രമല്ല, എല്ലാരും മിക്ക പിള്ളേർ ഇങ്ങനെയാ, ഓ വേണ്ട വേണ്ടെന്ന് പിടിച്ച് പിറ്റേ ദിവസം ഉണ്ടല്ലോ എങ്ങനെയും കഴിക്കും. ആസ്വദിച്ച് കഴിക്കും. കുഴപ്പമില്ല, നല്ല ഹോട്ടലും കേട്ടോ. റേറ്റ് ഒക്കെ അവരെന്ന് വാങ്ങിച്ച. ഇത് സൊമാറ്റോയിൽ ഓർഡർ ചെയ്തോ? ഇത് ഫുഡ് ഓർഡർ ചെയ്ത് സൊമാറ്റോയിൽ ഓർഡർ ചെയ്തോ. എന്ത് ചെയ്തേനെ, താങ്ക്സ് ടു സൊമാറ്റോ. ഇവിടുന്ന് അങ്ങനൊന്നും പറഞ്ഞ് നമുക്ക് പറയാനോ അത്ര അറിയത്തില്ല. നമ്മളിപ്പോ പറയുന്ന അവർക്ക് മനസ്സിലായില്ല, അവര് തിരിച്ചു പറയുന്നുണ്ടല്ലോ വൻ സ്പീഡില്ല. എക്സ്പ്രസ് പോകുന്നല്ലോ ഒരു ഹിന്ദി പറയുന്നത്, പിന്നെ നമുക്ക് മനസ്സിലാവാനാ. അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. കാരണം ഇത് ഈ നമ്മളിപ്പോ ഹിസാർ എന്ന് പറഞ്ഞ സ്ഥലം ലോക്കൽ ഏരിയ, ഇങ്ങോട്ട് ഉള്ളിലോട്ടുള്ള. അപ്പൊ അവരൊത്തിരി ഫോണിലെ കാര്യം പോലും അറിയത്തില്ല അല്ലേ അവർക്ക്. ഇപ്പം ഗൂഗിൾ പേ പിപ്പിട്ട് കൊടുക്കുക, അവർക്ക് അറിയില്ല ഇതെടുത്ത് കാണിക്കാനോ എടുക്കണമെന്നും അവർക്ക് അറിയില്ല. പ്രത്യേകിച്ച് തന്നെ ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ, ഇങ്ങനത്തെ ഉള്ളേരിയൊക്കെ പാടെ ഇങ്ങനെ കാര്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ശരി, എങ്കിൽ കഴിച്ചു വെച്ച് ഞാൻ ഗവൺമെന്റ് ഒന്നും എടുക്കാത്ത തന്നെ. പിന്നെ ഇല്ല, ആ തലങ്ങണയിലുണ്ടല്ലോ, തലങ്ങണ മുള്ളു ഒക്കെ വെച്ചിട്ട് പെടലി ഇങ്ങനെ ഒടിച്ചു വെച്ച് കിടന്നിട്ട് 6 വിക്സ് മാത്രമേ ഉള്ളൂ.